ഇസ്രയേലിൽ ആക്രമണം നടത്തരുതെന്ന യൂറോപ്യൻ നേതാക്കളുടെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞു. ഗസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നുവെന്ന് വാർത്ത വരുമ്പോൾ പി ജെയിംസ് വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ്. കുഴപ്പമൊന്നുമില്ലല്ലോ കാര്യങ്ങൾക്ക്? എല്ലാം നന്നായി പോകുന്നു എസ് കെ എൻ. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പി നമ്മുടെ ഈ പശ്ചിമേഷ്യയിലെ കാര്യം എസ് കെ എൻ, ഈ ഇറാൻ എന്തിനും തയ്യാർ എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഇന്നലെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ ആഴ്ച ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിൽ ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന വന്നു കഴിഞ്ഞു. ഇതിൽ ഏതാണ്ട് ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെട്ട യൂറോപ്യൻ നേതാക്കൾ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ഈ മൂന്ന് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കൾ മസൂദ് പെഷഷ്കിയാനോടും ഇറാൻ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടത്, നിങ്ങൾ പ്രത്യാക്രമണത്തിന് മുതിരരുത്, ഇതൊരു മേഖലാ യുദ്ധമായി മാറും, വല്ലാത്ത രീതിയിലേക്ക് ഇത് പോകും, അതുകൊണ്ട് ആക്രമിക്കരുത് എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇറാൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷഷ്കിയാനും അവിടുത്തെ പരമോന്നത നേതാവ് അടങ്ങുന്ന ഭരണകൂടം അത് തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എസ് കെ എൻ. അത് വല്ലാതെ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇറാൻ ആക്രമിക്കുമെന്നുള്ളതിൽ തന്നെ നിൽക്കുകയാണ്. ഇറാൻ്റെ കൂടെ ഹെസ്ബുള്ളയുണ്ട് ലെബനിൽ നിന്ന്, ഹമാസ് ഉണ്ട് ഗസയിൽ നിന്ന്, ഹൂതികളുണ്ട് യമനിൽ നിന്ന്. ഇപ്പോൾ ഒരു വലിയ അറ്റാക്കിനാണ് അവർ തയ്യാറെടുത്തിരിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ അയൺ ഡോമുകളും അമേരിക്കൻ മിസൈൽ സംവിധാനങ്ങളൊക്കെ വെച്ച് പ്രതിരോധത്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഈ രീതിയിൽ എന്ന് മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഒരുപാട് വന്നു കിടക്കുന്നു. ഒപ്പം തന്നെ അവരുടെ അന്തർവാഹിനി ഇസ്രായേലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആണവ സൗകര്യമുള്ള അന്തർവാഹിനിയാണെന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം കൂടി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ തന്നെ ഇസ്രായേൽ ഗസയിൽ വ്യാപകമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000 പലായനം ചെയ്യുന്നു തെക്കൻ ഗസയിൽ നിന്ന്, ഖാൻ യൂനിസിൽ നിന്ന്. കഴിഞ്ഞ ദിവസമാണ് 100-ലേറെ പേർ അവർ സ്കൂളുകൾ ആക്രമിച്ച് കൊല്ലപ്പെട്ടത്. പലസ്തീനികൾ. സ്വാഭാവികമായിട്ടും മരണസംഖ്യ 40,000-ന് അടുത്തെത്തിയിരിക്കുന്നു. അതിനിടയിലാണ് എസ് കെ എൻ, യമനിൽ നിന്ന് ഹൂതികൾ ചെങ്കടലിൽ നടത്തിയ ആക്രമണത്തിൽ ലൈബീരിയൻ കപ്പലിന് കേടുപറ്റിയെന്ന് പറയുന്നു. ലൈബീരിയൻ കപ്പൽ 3 തവണയാണ് അവർ ആക്രമിച്ചത്. യമനികൾ പ്രത്യേകിച്ച് ഗൾഫ് ഓഫ് ഈഡനിൽ, ചെങ്കടലിൽ ആ തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാവുമോ എന്ന ഭീതി ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇസ്രായേൽ ഗസയിൽ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് കെ എൻ. പി ജെയിംസ്, മറ്റൊരു അമ്പരപ്പിക്കുന്ന വാർത്ത വരുന്ന റഷ്യയുടെ ഏതാണ്ട് 1000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന മണ്ണ് ഉക്രൈൻ സേന പിടിച്ചെടുത്തു. മാത്രമല്ല റഷ്യൻ സൈന്യത്തിന് അമ്പരപ്പായി എന്ന രീതിയിൽ വാർത്ത വരുന്നു. യുക്രൈൻ യുദ്ധമുഖത്ത് കൂടുതൽ പുതിയ വാർത്തകൾ വരുന്നുണ്ടല്ലോ, വിശദാംശങ്ങൾ? എസ് കെ എൻ, ഒരുപക്ഷെ യുദ്ധം തുടങ്ങി 2.5 വർഷം പിന്നിടുന്നു ഉക്രൈൻ യുദ്ധം. ഇതിൽ ഉക്രൈൻ നടത്തിയ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള മൂവ് എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യ കിഴക്കൻ ഉക്രൈനിലെ ഡോൺബാസിലടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ ഇത് ലുഹാൻസ്കിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ ഒരു ഭാഗത്ത് കെർസ്ക് എന്ന ഭാഗത്തുകൂടെ വലിയ രീതിയിൽ 1000-കണക്കിന് സൈനികരുമായി കയറിയിരുന്നു 5-6 ദിവസമായി. ഇപ്പോൾ അത് വല്ലാത്ത തരത്തിലേക്ക് പോയെന്ന് മാത്രമല്ല എസ് കെ എൻ, 1000 സ്ക്വയർ കിലോമീറ്റർ, 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യയിൽ പിടിച്ചടക്കിയെന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് ഉക്രൈൻ്റെ സൈനിക തലവൻ ഒലക്സാന്ദ്ര സിർസ്കാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങളിത് 6 ദിവസം കൊണ്ട് 1000 സ്ക്വയർ കിലോമീറ്ററിൽ എത്തിയിരിക്കുന്നു. അവിടെ വലിയ ചെറുത്തുനിൽപ്പില്ലാതെയാണ് ഇത് പിടിച്ചടക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കർസ്ക് കഴിഞ്ഞ് ബെൽഗോദ് റോഡ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവിടെ എത്തിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ റഷ്യക്കാർ ആദ്യത്തിൽ തന്നെ 2 ലക്ഷം പേർ വീട് വിട്ടോടി. പലരും മറ്റു തലങ്ങളിലേക്ക് സ്ഥലം മാറിയിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത നാണക്കേടാണ്. അമേരിക്ക കഴിഞ്ഞാൽ സൈനിക ശക്തിയിൽ 2ാമത്തെ ശക്തി എന്നറിയപ്പെടുന്ന റഷ്യയിലേക്ക് ഉക്രൈൻ മുന്നേറുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഉക്രൈന് വലിയ തിരിച്ചടിയായിരുന്നു. റഷ്യ 18% ഉക്രൈൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. കിഴക്കൻ ഉക്രൈനിൽ, തെക്കൻ ഉക്രൈനിലൊക്കെ പ്രധാനപ്പെട്ട. അപ്പോൾ 18% പിടിച്ചടക്കിയതിന് ബദലായിട്ടാണ് റഷ്യയിൽ ഞങ്ങൾ കയറി, ഒരുപക്ഷെ സമാധാനം കൊണ്ടുവരാൻ ഇതാണ് നല്ലത്, ഒഫൻസ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്ന രീതിയിലാണ് വ്ളാഡിമിർ സെലൻസ്കി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ ജോസഫ് സ്റ്റാലിൻ എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി കയറി റഷ്യയെ ആക്രമിച്ചു. അതിനുശേഷം റഷ്യയിൽ കയറി ഒരു ആക്രമണം നടക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറയണം. അപ്പോൾ വ്ളാഡിമിർ സെലൻസ്കി എന്ന ഹാസ്യ നടനെ നമ്മളൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം വളരെ സ്മാർട്ടായിട്ടുള്ള മൂവ് നടത്തി. അവരുടെ പല കമാൻഡർമാരെ മാറ്റി. ഇപ്പോൾ കൊണ്ടുവന്ന ഒലക്സാന്ദ്രെ കൊണ്ടുവന്നത് തന്നെ വേറെ കമാൻഡർമാരെയൊക്കെ മാറ്റിയാണ്. അദ്ദേഹമാണ് ഈ ഒഫൻസീവ് തന്ത്രത്തിൻ്റെ പിറകിൽ. എന്തായാലും പുടിൻ
തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായി യുക്രൈനിൽ ബോംബാക്രമണം ഉണ്ടാവും, യുദ്ധം കൂടുതൽ കനക്കും. 2.5 വർഷം പിന്നിടുമ്പോൾ വീണ്ടും ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. SKN PP ഒരു ഷെഫീർ മണ്ണാർക്കാടുണ്ട്. അദ്ദേഹം പറയുന്നത് PPയുടെ ഫുൾ ഫിഗർ ഒന്ന് കാണിക്കാമോ, താഴെ ലുങ്കിയാണോ എന്നൊരു സംശയം. അങ്ങനെ പൊതുവെ കേൾക്കാറുണ്ടെന്ന് പറയുന്നു. ജനങ്ങൾക്ക് എന്തെല്ലാമാണ് സംശയം. അപ്പോൾ താങ്കളെ ഒരു ദിവസം ഫുൾ ഫിഗർ കാണിച്ചു തരാം. നല്ല ഒന്നാം തരം നല്ല സൂപ്പർ പാൻറ് ഇട്ടാണ് PP വന്നിരിക്കുന്നത്, വിശ്വസിച്ചോളൂ.